ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേക പഠന പരമ്പര റോമലേഖനത്തിൽ നിന്നുള്ള പഠന പരമ്പരയുടെ 101ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. റോമർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിലെ പഠനത്തിൽ നമ്മളായിരിക്കുമ്പോൾ നീതീകരിക്കപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനമായി സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് നീതീകരിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ റോമർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വേദഭാഗത്തിൽ രക്ഷയുടെ 3 ഘട്ടങ്ങൾ നാം പരിശോധിക്കുകയാണ്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഭൂതകാലം എന്ന് പറയുമ്പോൾ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്നും നമുക്ക് ദൈവകൃപയാൽ ലഭിച്ച ആ വിടുതൽ, ആ രക്ഷ. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം 6-ാം വാക്യം മുതൽ നമ്മൾ ചിന്തിച്ചു, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയമായിരിക്കും. എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരവസ്ഥ പറഞ്ഞു. കാരണം മനുഷ്യജീവിതം, കർത്താവ് യേശുവിനെ കൂടാതെയുള്ള മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥ 4 വാക്കുകളിലൂടെയാണ് വിവരിച്ചത്. 1, മനുഷ്യർ ബലഹീനരാണ്, അടിമുടി രോഗബാധിതരാണ്. 2, അഭക്തരാണ്, ദൈവത്തോട് യാതൊരു വിധത്തിലും ബഹുമാനമോ സ്നേഹമോ ആദരവോ പ്രകടിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത തരത്തിൽ അധംപതിച്ച നിലവാരത്തിലുള്ളവർ, അഭക്തർ. 3-ാമത്തെ വാക്ക് ദൈവം വെച്ച നിലവാരത്തിന് താഴെ പോയ തോറ്റുപോയവർ, പാപികൾ എന്ന വാക്ക്, ലക്ഷ്യം തെറ്റി ജീവിക്കുന്നവർ. 4-ാമത്തെ വാക്ക് ശത്രുക്കൾ എന്ന വാക്കാണ്. അപ്പോൾ കർത്താവ് യേശുവിനെ കൂടാതെ ഈ അവസ്ഥയാണ്, ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ഈ അവസ്ഥയിൽ കിടന്ന മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, പ്രതികരണം സ്നേഹമാണ്. അതാണ് 8-ാം വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം, നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ ദൈവം പ്രദർശിപ്പിച്ചു, ഉള്ളിൽ കൊണ്ട് നടന്നില്ല. കർത്താവ് യേശു എങ്ങനെയാണ് ദൈവം പ്രദർശിപ്പിച്ചത്? നമുക്ക് വേണ്ടി മരിച്ചുകയാൽ, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, പാപികളും നിഷ്ഠൂരരും ദ്രോഹികളും ശത്രുക്കളും ബലഹീനരും അഭക്തരുമൊക്കെയായ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരായ നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുക അവിശ്വസനീയമാണ്. ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു ശത്രു നമുക്ക് വേണ്ടി മരിക്കുക, നാം നമ്മുടെ ശത്രുവിന് വേണ്ടി മരിക്കുക. നമ്മെ ദ്രോഹിക്കാനും കൊല്ലാനും വേണ്ടി മാത്രം തീരുമാനിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി നാം മരണം വരിക്കാൻ തയ്യാറാകുക. മനുഷ്യ ബുദ്ധിയിൽ, ചിന്തയിൽ ആ ഒരു ചിന്ത വരില്ല. നമ്മുടെ സുഹൃത്തുക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ ചാർച്ചക്കാർക്കോ പ്രിയപ്പെട്ടവർക്കോ വേണമെങ്കിൽ നമുക്ക് എടുത്ത് ചാടാം, കിണറ്റിലോ പുഴയിലോ കടലിലോ അവരെ രക്ഷിക്കാൻ. പക്ഷെ ശത്രുവിന് വേണ്ടി അതവന് വരട്ടെ, അവനത് വരണം, അവനത് കിട്ടണം എന്നല്ല നമ്മൾ പറയില്ല. ഇവിടെയാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു വ്യത്യാസം. മനുഷ്യസ്നേഹവും ദൈവസ്നേഹവും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് ഭക്തരായിരുന്നപ്പോഴല്ല, അഭക്തരായിരുന്നപ്പോൾ. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നാം നിലവാരത്തിൽ ദൈവം വെച്ച സ്ഥലത്ത് ഉണ്ടായിരുന്നത് കൊണ്ടല്ല, നാം പാപികളായിരുന്നപ്പോൾ. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നാം ദൈവത്തിൻ്റെ കൂടെ നിന്നപ്പോൾ, സുഹൃത്തുക്കളായപ്പോഴല്ല, നാം ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നപ്പോൾ. ഈ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം നാം സ്നേഹിക്കുന്ന പാരമ്പര്യമാണ്, സ്വഭാവമാണ് നമുക്കുള്ളത്. നമ്മളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ സ്നേഹം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് ദൈവത്തിൻ്റെ സ്വന്തം സ്നേഹമാണ്. ഇംഗ്ലീഷിൽ ആ വാക്ക് വളരെ വ്യക്തമായി കാണുന്നത് ഹിസ് ഓൺ ലവ്, ദൈവത്തിന് മാത്രമുള്ള സ്നേഹം, ദൈവത്തിന് മാത്രം കഴിയുന്ന സ്നേഹം, സ്വാർത്ഥത ഒട്ടുമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം, നിസ്വാർത്ഥമായ സ്നേഹം. ഇപ്പോൾ നാം തന്നെ കർത്താവ് യേശുവിൻ്റെ സ്ഥാനത്തൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ മുമ്പിൽ ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളി, ഉദാഹരണത്തിന് അഡോൾഫ് ഹിറ്റ്ലർ, 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കിയ, മറ്റനേക ഗോത്രവർഗരെ കൊന്നൊടുക്കിയ അഡോൾഫ് ഹിറ്റ്ലർ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ക്രൂര കുറ്റവാളി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. 60 ലക്ഷം യഹൂദന്മാരെയാണ് കൂട്ടക്കൊല നടത്തിയത്. ആ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു തീരുമാനമെടുക്കാനുള്ള അവസരം വന്നു. നീ മരിക്കുമോ അതോ ഹിറ്റ്ലറിനെ കൊല്ലണോ? ഈ 2 പേരിൽ ഒരാൾ മരിക്കണം. ഹിറ്റ്ലർ മരിക്കണോ, നീ മരിക്കണോ? ഞാൻ മരണം ഏറ്റെടുക്കണോ, ഈ കുറ്റവാളി കൊല്ലപ്പെടണോ? ഈ തീരുമാനം വരുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് വരില്ല. ഇത്ര വലിയ കൂട്ടക്കൊല ചെയ്ത, ലോകത്തിലെ അനേക മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത, കൂട്ടക്കുരുതി നടത്തിയ അഡോൾഫ് ഹിറ്റ്ലർ എന്ന മനുഷ്യനെ കൊല്ലുവാൻ നമ്മൾ തീരുമാനിക്കും. അതിനുവേണ്ടി വോട്ടിടും. നാം നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കും. പക്ഷേ കർത്താവ് യേശുവിന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ കർത്താവ് തീരുമാനിച്ചത് സ്വയം മരിക്കാനാണ്, സ്വയം മരിച്ചുകൊണ്ട് മറ്റുള്ള രക്ഷിക്കുവാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ 10:18 അവിടെ ഇങ്ങനെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. തൻ്റെ ജീവനെക്കുറിച്ചാണ്. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്.
ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. കർത്താവ് യേശു തൻ്റെ ജീവൻ തന്നെ കൊടുക്കുകയായിരുന്നു. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വളരെ മനോഹരമായി നമുക്ക് കാണാൻ കഴിയുന്നൊരു വേദഭാഗമുണ്ട്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താഴ് താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു, 8-ാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ. ക്രിസ്തു മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. നമുക്കത് പറയാൻ കഴിയണം, എനിക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്. എനിക്ക് വേണ്ടി, എൻ്റെ സ്ഥാനത്ത്, എനിക്ക് പകരമായി തീർന്നു. നാം നേരത്തെ പരാമർശിച്ചതുപോലെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം ക്രിസ്തു നമ്മുടെ പാപം, നമ്മുടെ കുറ്റം, നമ്മുടെ ശിക്ഷയാണ് ഏറ്റെടുത്തത്. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ചുമലിലേക്ക് ഏറ്റെടുത്തു. അസാധ്യമാണ്, അവിശ്വസനീയമാണ്. നമുക്ക് വേണ്ടി നാം അനുഭവിക്കേണ്ട ശിക്ഷ നമുക്ക് പകരം ഏറ്റെടുക്കുന്നു. നമ്മുടെ പ്രായശ്ചിത്തമായ റോമലേഖനം 3-ന്റെ 25-ാം വാക്യം ഇതിനകം തന്നെ നാം പഠിച്ചു കഴിഞ്ഞ വേദഭാഗമാണ്. റോമർ 3-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകാൻ. കർത്താവ് യേശു നമുക്ക് പ്രായശ്ചിത്തം, നമ്മുടെ പകരമായി മാറി. അതിൻ്റെ ഫലമായി നാം കർത്താവ് യേശുവിൽ നിന്ന് വിശ്വസിക്കുവാനും നമ്മുടെ വിശ്വാസം അനുസരണത്തിൽ പ്രകടമാക്കാനും നമുക്കിന്ന് സാധിക്കുന്നു. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വാസം അനുസരണത്തിൽ പ്രകടമാകണം. അനുസരണത്തിലൂടെ അത് തെളിയിക്കണം, ഞാൻ വിശ്വസിക്കുന്നു എന്ന്. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ അനുസരണം വരുത്തുക എന്നുള്ളത് റോമാലേഖനത്തിലെ പ്രധാന വിഷയമാണെന്ന് ഇതിനകം നാം കണ്ടു. റോമാലേഖനം 1-5, 16-26. വെറുതെ ഇരുന്ന് കേട്ടാൽ പോരാ, വെറുതെ ഇരുന്ന് നോട്ട് എഴുതിയാൽ പോരാ, മനഃപ്പാടമായി പറഞ്ഞാൽ പോരാ, വിശ്വസിക്കുന്നു പറഞ്ഞാൽ പോരാ. വിശ്വാസം അനുസരണത്തിലേക്ക് വരണം. നാം കേൾക്കുന്ന ഓരോ വേദഭാഗം അനുസരിച്ചും നമ്മോട് ദൈവം അനുസരിക്കാൻ ആവശ്യപ്പെടുന്നതായ കൽപ്പനകൾക്ക് നാം കീഴ്പ്പെട്ട് തീരുമാനമെടുത്ത് മാറ്റം വരുത്തണം. ദൈവം നമ്മളെ സഹായിക്കും. ഇപ്പോൾ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. റോമലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഇതിനകം നമ്മൾ കണ്ടു, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്ന് കണ്ടു. അധർമ്മം മോചിക്കപ്പെടും. ദൈവമാണ് പാപം ക്ഷമിക്കുന്നത്. എല്ലാ പാപവും ദൈവത്തോടാണ്. റോമലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവസാന 2-3 വേദഭാഗങ്ങളിൽ അബ്രഹാമിനെ ഉദാഹരണമായി കാണിച്ചുകൊണ്ട് ദൈവാത്മാവ് വ്യക്തമായി പറഞ്ഞു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അതേപോലെ നാമും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം കാൽവറി ക്രൂസിൽ മരണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട കർത്താവ് യേശുവിനെയും യേശുവിനെ ഉയർപ്പിച്ച പിതാവായി ദൈവത്തെയും നാം വിശ്വസിക്കുമ്പോൾ നാമും നീതിമാന്മാരായ ദൈവം കണക്കാക്കും. വിശ്വാസം, കർത്താവ് യേശുവിൽ ദൈവത്തിലുള്ള വിശ്വാസം, ഇതാണ് ശരിക്കും നമ്മുടെ രക്ഷയുടെ ഭൂതകാലാവസ്ഥ. രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു വലിയ ആത്മീക രൂപാന്തരം സംഭവിക്കുകയാണ്, പരിവർത്തനം സംഭവിക്കുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ മറ്റൊരു വാക്കുകൂടി നമ്മളെ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ 10-11 വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് വായിക്കാം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. 11 വാക്യം കൂടെ വായിക്കാം. അത്രയുമല്ല, ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിരപ്പ് വന്നു, നിരപ്പ് ലഭിച്ചു. അപ്പോൾ നിരപ്പ് എന്നൊരു പുതിയ വാക്ക് ഇവിടെ അവതരിപ്പിക്കുകയാണ്. നിരപ്പ് ലഭിച്ചവർ, നിരപ്പ് പ്രാപിച്ചവർ. ഇതിനകം തന്നെ പൗലോസ് 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആരംഭിച്ചപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം ദൈവത്തോട് നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. നീതീകരിക്കപ്പെട്ടു. ഇപ്പോൾ നിരപ്പ് എന്ന വാക്ക് പറയുന്നു. നീതീകരിക്കപ്പെടുക, നിരപ്പിലാകുക എന്ന് പറയുന്നത് തമ്മിൽ തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ഈ വാക്കുകൾ തമ്മിൽ വേർപിരിക്കാൻ കഴിയില്ല. 2 വാക്കുകൾ 2 അർത്ഥം, 2 ഉൾക്കാഴ്ചകൾ തരുന്നു. നാം ദൈവമക്കളായി മാറുമ്പോൾ ഈ രണ്ടും സംഭവിക്കുകയാണ്. നീതീകരിക്കപ്പെട്ടു, ദൈവത്തോട് നിരപ്പിലെത്തിച്ചേർന്നു. ഇപ്പോൾ ഈ 2 വാക്കുകളൊരു വലിയ ഉൾക്കാഴ്ചയുണ്ട്. എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്നതിന് വലിയൊരു ഉൾക്കാഴ്ച തരുന്ന, പ്രകാശം തരുന്ന പദങ്ങളാണ്. റോമലേഖനം ഇങ്ങനെയുള്ള പദങ്ങളാൽ സമ്പന്നമാണ്. രക്ഷ, നീതീകരണം, വിശുദ്ധീകരണം, നിരപ്പ്, പ്രായശ്ചിത്തം, തേജസ്കരണം, ഇങ്ങനെയുള്ള സ്വർഗീയമായ പദങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ ആത്മരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സുപ്രധാന പദങ്ങൾ പുതിയ നിയമത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഈ പുസ്തകത്തിൽ മാത്രമാണ്. ഒരു വിശ്വാസം വെച്ച് അതുകൊണ്ടാണ് ഈ പുസ്തകം വളരെ പ്രാധാന്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നീണ്ട ക്ലാസ്സുകൾ നമ്മൾ ഇതിലൂടെ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മൾ 101-ാമത്തെ അവതരണത്തിൽ എത്തിയിട്ടേയുള്ളൂ. 5-ാം അധ്യായത്തിലെത്തിയപ്പോഴും 16 അധ്യായങ്ങളുള്ള പുസ്തകത്തിൽ ഈ വാക്കുകൾ അത്രയും പ്രധാനമാണ്. ഇവിടെ നിരപ്പെന്ന വാക്കിൻ്റെ അടിസ്ഥാനമർത്ഥം എന്താണ്? മാറ്റം വരുത്തുക. മനുഷ്യരോടുള്ള ബന്ധത്തിൽ വാക്ക് ഉപയോഗിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഈ ഒരു അർത്ഥമാണ്. അതായത് ശത്രുത്വത്തിൽ നിന്ന് സൗഹൃദത്തിലേക്ക്,
ശത്രുത ആയിരുന്ന അവസ്ഥയിൽ നിന്ന് സൗഹൃദ അവസ്ഥയിലേക്ക്. നിരപ്പ്, 2 വാക്കുകളാണ് ഇംഗ്ലീഷിൽ. റീകൺസിലിയേറ്റ്. എന്ന് പറഞ്ഞാൽ വീണ്ടും, കൺസിലിയേറ്റ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളാകുക, സൗഹൃദം പുനഃസ്ഥാപിക്കുക. അപ്പോൾ ഈ ഒരു വാക്കിൻ്റെ, നിരപ്പെന്ന വാക്കിൻ്റെ അർത്ഥം വീണ്ടും സൗഹൃദം പുനഃസ്ഥാപിക്കുക, അല്ലെങ്കിൽ വീണ്ടും സൗഹൃദം സ്ഥാപിക്കുക. 2 വ്യക്തികൾ, 2 പേർ തമ്മിൽ വഴക്കിട്ടു, ആഴ്ചകളായി മാസങ്ങളായി, 2 പേർ തമ്മിൽ സംസാരിക്കില്ല, കണ്ടാൽ മിണ്ടില്ല, 2 വഴിക്ക് തിരിഞ്ഞു നടക്കും. ഇപ്പോൾ അതാ അവരൊരുമിച്ചിരുന്ന് അവരുടെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു. അപ്പോൾ താൻ പറയും അവർ വീണ്ടും നിരപ്പിലെത്തി, അവർ വീണ്ടും സൗഹൃദത്തിലെത്തി. അപ്പോൾ നിരപ്പ് എന്ന വാക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരിക്കൽ ദൈവത്തോട് നമ്മൾ സുഹൃത്തുക്കളായിരുന്നു എന്നാണ്. ഇപ്പോൾ നിരപ്പ് പ്രാപിച്ചു, നിരപ്പ് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഒരിക്കൽ ദൈവത്തിൻ്റെ കൂട്ടുകാരായിരുന്നു നാം. അത് ഏതൻ തോട്ടത്തിൽ നമുക്ക് കാണാം. ദൈവത്തോടൊപ്പം നടക്കുന്ന ആദാമും ഹവ്വയും ആ ഒരു അവസ്ഥയിലായിരുന്നു നാം. ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കി വെച്ചപ്പോൾ ആ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ വഴിതെറ്റിപ്പോയത്, അകന്നുപോയത്. യെശയ്യാ പ്രവാചകൻ പറയും, ദൈവത്തിൻ്റെ കൈ കുറുകിയതല്ല, ദൈവത്തിൻ്റെ ചെവി മന്ദമായതല്ല, നിങ്ങളുടെ അകൃത്യങ്ങളത്രേ, നിങ്ങളുടെ പാപങ്ങളത്രേ ദൈവത്തിന് നിങ്ങളെ തൊടാൻ കഴിയാതെ വണ്ണം, പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയത് പാപങ്ങളത്രയെന്ന് യെശയ്യാവ് 59-ാം അധ്യായം. ശ്രദ്ധിക്കുക, ദൈവമല്ല മനുഷ്യരിൽ നിന്ന് അകന്നത്, ദൈവമല്ല മനുഷ്യരിൽ നിന്ന് അകന്നു പോയത്, മനുഷ്യരാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയത് പാപനിമിത്തം. പാപം ചെയ്യുന്ന വ്യക്തിക്ക് പാപത്തിന് ദൈവത്തോട് സംബന്ധമില്ല, ബന്ധമില്ല. പാപം ചെയ്യുന്ന വ്യക്തിക്ക് ദൈവത്തോട് യാതൊരു കൂട്ടായ്മയുമില്ല. ദൈവമക്കളുടെ നടുവിൽ പോയിരുന്നാലും വെളുത്ത വസ്ത്രം ധരിച്ചിരുന്നാലും പാപത്തിലിരിക്കുന്ന വ്യക്തിക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സഞ്ചരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകളായി. വിവാഹം കഴിച്ചപ്പോൾ ഒരുമിച്ചായിരുന്നു എപ്പോഴും എല്ലായിടത്തും പോയിരുന്നു. ഇപ്പോൾ ഭാര്യ ഒരിടത്തും ഭർത്താവ് മറ്റിടത്താണ് ഇരിക്കുന്നത്. ഭാര്യ പരാതി പറയുകയാണ്, നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ എത്ര അടുപ്പത്തിലായിരുന്നു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഞാൻ മാറിയിട്ടില്ല, ഒരുപക്ഷെ ഭാര്യയായിരിക്കും അകന്നു പോയത് എന്ന് പറയുന്നത് പോലെ നാം ഇപ്പോൾ ദൈവത്തോട് ചേർന്ന് വസിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ സൗഹൃദവും കൂട്ടായ്മയും ആ സ്നേഹബന്ധം ഇപ്പോഴും യഥാർത്ഥമായി അനുഭവിക്കുന്നില്ലെങ്കിൽ, ഒരു കാര്യം ഉറപ്പാക്കുക, ദൈവമല്ല മാറിയത്, ദൈവമല്ല അകന്നത്, നമ്മളാണ്, ഞാനാണ്, നിങ്ങളാണ്. ദൈവം അവിടെ തന്നെയുണ്ട്. ദൈവം മാറിയില്ല, നാമാണ് അകന്നത്, നാമാണ് ദൈവകാര്യങ്ങളിൽ നിന്ന് അകന്നു പോയത്. പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, വചനവായനയില്ല, ആരാധനയില്ല, വിശുദ്ധ ജീവിതമില്ല, നാമാണ് അകന്നത്, ദൈവമല്ല. ദൈവം ഇന്നും വിശുദ്ധനെ അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇത് സത്യമായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിനല്ല നിരപ്പ് വേണ്ടത്, ദൈവത്തിനല്ല മനുഷ്യരോട് നിരപ്പ് പ്രാപിക്കേണ്ടത്, മനുഷ്യർക്കാണ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ടത്. അതെപ്പോഴും ഓർക്കുക, എപ്പോഴും നമ്മൾ ചിന്തിക്കുക. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ആരാധിക്കാനിരിക്കുമ്പോൾ, ബൈബിൾ വായിക്കാനിരിക്കുമ്പോൾ ദൈവത്തോട് ഞാൻ നിരപ്പിലാണോ? ദൈവത്തിനല്ല നമ്മോട് നിരപ്പിലാകേണ്ട ആവശ്യം, നമുക്കാണ് ദൈവത്തിൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ വളരെ വ്യക്തമായ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയുണ്ട്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഒരു അപേക്ഷ നടത്തുകയാണ്, യാചിക്കുകയാണ്, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന്. സുവിശേഷം അനുസരിക്കുമ്പോഴാണ് ഒരു വ്യക്തി ദൈവത്തോട് നിരപ്പിലേക്ക് മടങ്ങി വരുന്നത്. സുവിശേഷം അനുസരിക്കുമ്പോൾ അത് നിരപ്പിൻ്റെ വചനമെന്ന് 2 കൊരിന്ത്യർ 5:19 കാണാം. ലോകത്തിലെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ചാണ്, നിരപ്പിൻ്റെ വചനമാണ്. ദൈവത്തോട് നിരപ്പിലെത്തുവാൻ മനുഷ്യർ കിട്ടുന്നൊരു അവസരമാണ് സുവിശേഷം അനുസരിക്കുക. അങ്ങനെ സുവിശേഷം നമ്മൾ അനുസരിക്കുക, വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെട്ട നമ്മെ ദൈവം ആ കർത്താവിൻ്റെ സഭയോട് കൂട്ടിച്ചേർക്കും, നിരപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരും. നിരപ്പിലെത്തിയ ദൈവത്തോട് ശ്രദ്ധിക്കുക, ദൈവത്തോട് നിരപ്പിലെത്തിയവരുടെ കൂട്ടമാണ് സഭ. ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവരുടെ കൂട്ടമാണ് സഭ. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ പൗത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. 41-ാം വാക്യത്തിൽ അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു വന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. 46 മുതൽ വായിച്ചാൽ, ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും, കാരണം രക്ഷിക്കപ്പെട്ട ദൈവമക്കളെക്കുറിച്ചാണ്. വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെ കൃപ അനുഭവിക്കുകയും ചെയ്യുന്നു. രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കാനും ഈ ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയിൽ പങ്കെടുക്കാനും കഴിയുകയുള്ളൂ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. സുവിശേഷം അനുസരിക്കുന്നതിലൂടെയാണ് രക്ഷിക്കപ്പെട്ട കൂട്ടത്തിലേക്ക് കർത്താവ് ചേർക്കുന്നത്. ദൈവമായി നിരപ്പ് പ്രാപിച്ചവരുടെ സംഘമാണത്.
ഏക ശരീരത്തിലാണ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചത്. എഫേസ്യർ ലേഖനം 1:22-21 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അത് കാണിച്ചു തരും. എഫേസ്യർ ലേഖനം 1:22-23 വാക്യങ്ങൾ അവിടെ പറയുന്ന ഇപ്രകാരമാണ്: സർവ്വവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിലും ഇത് തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്നവൻ്റെ ശരീരമായി സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് ഈ ശരീരത്തിൻ്റെ തലയായി, അതായത് സഭയുടെ തലയാണ്. ശ്രദ്ധിക്കുക, അതുകൊണ്ട് ഒരു വ്യക്തി ദൈവത്തോട് നിരപ്പിലെത്തുന്ന ക്രിസ്തുവിലൂടെയാണ്. എഫേസ്യർ 2:16 വാക്യം വളരെ പ്രധാനമാണ്. അവിടെ പറയുന്ന ക്രൂസിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും, അതായത് യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ, ജാതികളുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ, ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാൻ ഒരു ശരീരമേ ഉള്ളൂ, ഒരു സഭയേ ഉള്ളൂ കർത്താവിന്. ആ സഭയിലാണ് ദൈവത്തോടുള്ള നിരപ്പ് കിട്ടുന്നത്, ദൈവമായുള്ള സൗഹൃദം പുനഃസ്ഥാപിക്കപ്പെടുന്നത് ആ ശരീരമായ സഭയിലാണ്. ലോകത്തിൽ കർത്താവിന് വേറെ ഭാര്യമാരില്ല. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഏക മണവാട്ടി അവൻ്റെ സഭയാണ്. ആ സഭയുമായുള്ള ബന്ധത്തിൽ നിൽക്കുന്നവർ മാത്രമാണ് ദൈവത്തോട് ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടവർ. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ, ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ട് ശത്രുതമില്ലാതായി ദൈവത്തോടുള്ള സൗഹൃദം പ്രാപിക്കുന്ന എല്ലാവരും അവൻ്റെ സഭയിലുണ്ടാകും. നിരപ്പിലെത്തിയ ഒരു വ്യക്തിയും സഭയുടെ പുറത്ത് കാണില്ല. സഭയുടെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവമായുള്ള ബന്ധം പോയി എന്നുള്ളതാണ്. ദൈവമായി ബന്ധമുള്ള എല്ലാവരും സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല, അത് വചന സത്യമാണ്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായി സഭയിലുണ്ടാകും. ഇത് എത്ര അനുഗ്രഹീത സത്യമാണ്. ഇപ്പോൾ കർത്താവ് യേശു ക്രൂസിൽ മരിച്ചതിനാൽ ഈ സൗഹൃദം, ദൈവത്തോടുള്ള സൗഹൃദം പുനഃസ്ഥാപിക്കപ്പെട്ടു. ദൈവത്തിലുള്ള സൗഹൃദം വീണ്ടും സ്ഥാപിക്കപ്പെട്ടു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ, തൻ്റെ പുത്രൻ്റെ മരണത്തിലൂടെ. അപ്പോൾ ഇതാണ് രക്ഷ എന്നുള്ളതിൻ്റെ ഭൂതാവസ്ഥ. ഇനി ഇതിൻ്റെ വർത്തമാനാവസ്ഥ കൂടെ നമുക്കിത് പരാമർശിച്ച് ബാക്കി നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. രക്ഷ. അപ്പം നാം നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളിൽ നിന്ന്, അതിൻ്റെ കുറ്റബോധത്തിൽ നിന്ന്, നിരന്തരമായി അലട്ടുന്ന അതിൻ്റെ കുറ്റബോധത്തിൽ നിന്ന്, മനസാക്ഷി കുത്തുന്നൊക്കെ നമ്മൾ പറയുന്ന ആ കുറ്റബോധത്തിൽ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, ദിനംതോറും നമുക്ക് ആത്മീക സഹായം വേണം. ഓരോ നിമിഷവും, ഓരോ ദിവസവും ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ് ഈ നീതീകരിക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട ജീവിതത്തിൽ ജീവിക്കാൻ. ആഴ്ചയിലൊരിക്കലല്ല, എല്ലാ ദിവസവും, എല്ലാ മിനിറ്റിലും, സെക്കൻഡിലും ഈ സഹായം വേണം. കാരണം നാം നിരന്തരം വീണ്ടും പാപം ചെയ്യും. ഈ ശരീരത്തിലിരിക്കുന്നതോളം പാപത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകും, വീണുപോകും. പലതരത്തിലുള്ള പ്രലോഭനങ്ങളും പ്രതിസന്ധികളും പലവിധത്തിലുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും നമ്മുടെ ചുറ്റും നിരന്തരമായി നമ്മളെ വേട്ടയാടും. യോഹന്നാൻ്റെ 1 ലേഖനം 1-9 വാക്യത്തിൽ അതുകൊണ്ടാണ് ഇപ്രകാരം വ്യക്തമായി യോഹന്നാൻ എഴുതിയത്: നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്ത നീതിമാനുമാണ്. ഇത് നിരന്തരം സംഭവിക്കണം. എല്ലാ ദിവസവും ദൈവത്തോട് നമ്മുടെ ജീവിതം പരിശോധിച്ച് ദൈവത്തോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സമ്മതിക്കണം. പത്രോസിൻ്റെ 1 ലേഖനം 4-12 വാക്യത്തിൽ പത്രോസിൻ്റെ ഭാഷയിൽ പത്രോസ് പറഞ്ഞത് ഇപ്രകാരമാണ്: പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഈ ഭൂമി ജീവിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ കർത്താവ് യേശു തന്നെ ഇപ്രകാരം ശിഷ്യന്മാരോട് പറഞ്ഞു. സ്വർഗരാജ്യത്തിന് ഉപമകൾ കൊണ്ട് നിറഞ്ഞ അധ്യായത്തിൽ 13 അധ്യായം മത്തായി 22, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീർക്കുന്നു. ഈ ലോകത്തെ ചിന്തയും ധനത്തിൻ്റെ മോഹങ്ങളും പലവിധ മോഹങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഞെരുക്കാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിരന്തരം സഹായം വേണം. ഇവിടെ റോമലേഖനം 5 ശ്രദ്ധേയമൊരു വാക്കുണ്ട്. 2 പ്രാവശ്യം വാക്ക് ഉപയോഗിക്കും, 9ഉം 10ലും. ആ വാക്ക് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് ആ വാക്ക് മനസ്സിലാകുന്നുണ്ടോ നോക്കുക. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. 10ാം വാക്യം: ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ഏതാണ് ആ വാക്ക്? എത്ര അധികമായി, എത്ര അധികമായി. ദൈവം നമ്മൾ ചെയ്തത്, നമ്മളെ വീണ്ടും ജനനത്തിലൂടെ നമ്മൾ ദൈവമക്കളായി തീർന്നു, പാപങ്ങൾ ക്ഷമിച്ചു തന്നു, പാപത്തിൻ്റെ കുറ്റബോധത്തിൽ നമ്മളെ വിടുവിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. ദൈവം ഞാൻ എത്ര അധികമായി ഇനിയും സഹായിക്കാൻ പോവുകയാണ്. ദൈവം എത്ര അധികമായി സഹായിക്കും. നാം ദൈവമക്കളായി ആത്മാവിനെ ദൈവം നൽകി തന്ന് നമ്മളെ മുദ്രയിട്ടു. ദൈവം തൻ്റെ ജോലി തീർത്ത് മടങ്ങിപ്പോയില്ല. ദൈവം എത്ര അധികമായി, നിരന്തരമായി ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്. നിൻ്റെ യാത്രയിൽ നീ ആത്മാർത്ഥതയോടെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമെങ്കിൽ
നിന്നെ സഹായിക്കാൻ ഞാൻ കൂടെ തന്നെയുണ്ട്. എബ്രായലേഖനം 13:5 നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യർ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. കർത്താവ് നമുക്ക് തുണ, നമ്മളെ കൈവിടില്ല. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിശദമായിട്ട് എന്താണ് ഉദ്ദേശിച്ചത്. 10-ാമത്തെ വാക്യം റോമലേഖനം 5 ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്കവൻ്റെ പുത്രൻ്റെ മരണത്താൽ നിരപ്പ് വന്നു എങ്കിൽ, ഈ അവസ്ഥയിൽ കിടന്നപ്പോൾ ദൈവം നമ്മെ നിരപ്പിച്ചുവെങ്കിൽ, നിരന്ന ശേഷം, അതായത് ദൈവമക്കളായി സൗഹൃദം പുനഃസ്ഥാപിക്കപ്പെട്ടതിന് ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. എന്താണ് പൗലോസ് ഉദ്ദേശിച്ചത്? അവൻ്റെ ജീവനാൽ എത്ര അധികം രക്ഷിക്കപ്പെടും. ഒരു വിധത്തിൽ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാളും വലിയ കാര്യം ദൈവം നമുക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതിനേക്കാളും വലിയ കാര്യങ്ങൾ. ഈ രക്ഷയുടെ അനുഭവം നിലനിർത്തണം. വർത്തമാനകാലത്തിൽ രക്ഷയുടെ അനുഭവം എന്താണ്? രക്ഷയുടെ അനുഭവത്തിൽ തന്നെയാണ് ഈ നിമിഷം നിൽക്കുന്നത്. ഞാൻ 1999 ജനുവരി മാസം 26 ഞാൻ സ്നാനപ്പെട്ടു. ഒരു കഥ പറയുന്ന പോലെ പറഞ്ഞു പോകും. ഇപ്പോഴോ 2023 ഇന്നത്തെ ദിവസം രക്ഷയുടെ അനുഭവത്തിലാണോ? രക്ഷയുടെ സന്തോഷത്തിലാണോ? പണ്ടെങ്ങാണ്ടോ അനുഭവിച്ചൊരു ദിവസത്തിൻ്റെ പേര് കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ്, സ്നാനപ്പെട്ടതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടു നടന്നിട്ട് സ്വർഗത്തിൽ പോവില്ല. ഇപ്പോൾ ആ അനുഭവത്തിലാണോ? ദൈവസഹായത്താൽ ഇന്നും വെളിച്ചത്തിൽ നടക്കുന്നുണ്ടോ? ദൈവം നമ്മളെ രക്ഷിച്ചതോടുകൂടി അവസാനിച്ചില്ല, ജോലി തുടങ്ങിയതേ ഉള്ളൂ. രക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ, വർത്തമാനകാലം, രക്ഷയിൽ തന്നെയാണോ നാം? രക്ഷിക്കപ്പെട്ട നിലയിൽ തന്നെയാണോ? രക്ഷിക്കപ്പെട്ട സമൂഹത്തിൽ തന്നെയാണോ? രക്ഷിക്കപ്പെട്ട സമൂഹമായ സഭയിൽ തന്നെയാണോ? പ്രധാനമാണ്. പലർക്കും ഇത് മനസ്സിലായിരുന്നില്ല. സഭയുടെ മൂല്യം, അതിൻ്റെ നിത്യപദ്ധതി, അതിൻ്റെ പ്രാധാന്യം പലർക്കും തിരിച്ചറിവില്ല. അറിവില്ലാതെ പോയതിൻ്റെ കാരണം മറ്റാരുമല്ല, നമ്മുടെ തന്നെ മണ്ടത്തരങ്ങളും അബദ്ധങ്ങളുമാണ്. തിരുവചന പരിചയമില്ല, തിരുവചനത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് സഭയുടെ പ്രാധാന്യം മനസ്സിലായില്ല. മറക്കരുത്, ദൈവം തന്നെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം അവരെ താൻ സഹായിച്ചുകൊണ്ടിരിക്കും. താൻ അവരുടെ വിശ്വസ്തനും നല്ലവനുമാണ്. അവിടെ വീഴ്ചകളെ ദൈവം സഹായിക്കും, ക്ഷമിച്ചു കൊടുക്കും. നാം അവിടെ കാണപ്പെടണം. ലോകത്തിൽ നിന്ന് ഇങ്ങനെ നുള്ളിപ്പറക്കി എടുക്കാനല്ല വരുന്നത്, തൻ്റെ സഭയെ മാത്രമേ കൊണ്ടുപോകൂ. തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി വീണ്ടും പ്രത്യക്ഷനാകും. ദൈവം സഹായിക്കട്ടെ. തിരിച്ചറിവുള്ളവരായി നമുക്ക് മാറാം. വചനം പറയുന്ന പോലെ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവം സഹായിക്കും. അപ്പോൾ രക്ഷ അത് ദാനമാണ്. ഇത്ര വലിയ രക്ഷയാണ്, യേശുവിൻ്റെ രക്തത്താൽ ലഭിച്ചതാണ്. എന്ത് അർഹത നമുക്കുണ്ട്? എന്ത് യോഗ്യതയുണ്ട് നമുക്ക് വേണ്ടി കർത്താവ് യേശു ദൈവപുത്രനായ ക്രിസ്തു ക്രൂസിൽ മരിക്കാൻ? അങ്ങനെ നമുക്ക് തന്ന രക്ഷ സകല പാപവും പോക്കി അതിൻ്റെ കുറ്റബോധം, നമ്മളിന്ന് ഒരിക്കലും പണ്ട് കാലത്ത് ചെയ്തു പോയ കഴിഞ്ഞ കാലത്തിലെ പാപങ്ങളെക്കുറിച്ച് കുറ്റബോധം പേറി നടക്കുന്നില്ല. ലോകത്തിലെ മനുഷ്യർ ഏത് മനഃശാസ്ത്രൻ്റെ അടുക്കൽ പോയാലും, ഏത് ഡോക്ടറെ അടുക്കൽ പോയാലും, സുവിശേഷ വചനപ്രകാരമല്ലാത്ത ഏത് കൂട്ടായ്മയിൽ പോയാലും അവിടെ പാപത്തിൻ്റെ കുറ്റബോധം, കഴിഞ്ഞകാല പാപത്തിൻ്റെ കുറ്റബോധം മാറില്ല. അതവിടെ തന്നെ കിടന്ന് വേട്ടയാടും അവർ രാത്രികാലങ്ങളിൽ. അവിടെ ജീവിതത്തിലെ വ്യക്തിത്വം നഷ്ടപ്പെടും. കാരണം ശരിക്കുള്ള പാപബോധം പ്രാപിച്ചിട്ടില്ല. ക്രിസ്തുവിനോട് ചേരുവാൻ, സുവിശേഷം അനുസരിച്ച് ക്രിസ്തുവിനോട് ചേരുവാൻ, ക്രിസ്തുവിൻ്റെ മരണമടക്ക ഉയർപ്പിനോട് ചേർന്ന് പാപങ്ങളുടെ ശുദ്ധീകരണം പ്രാപിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപങ്ങൾ കഴുകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പാപം അവിടെ ജീവനോടെ കിടക്കുകയാണ്. അത് ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തുവിനോട് ചേർത്ത് ക്രൂശിക്കപ്പെട്ട് കുടിച്ചിട്ടില്ല. അതിപ്പോഴും വാതിക്കെ കിടക്കുകയാണ്. അത് കുറ്റബോധമുണ്ടാക്കും. ആ വ്യക്തിയെ കാണുമ്പോൾ കുറ്റബോധം കൊണ്ട് വല്ലാതെ വേദനിക്കും. നിരപ്പായിട്ടില്ല ദൈവത്തോട്. നേരെ മറിച്ച് വചനമനുസരിച്ച് വീണ്ടും ജനിച്ച വ്യക്തിയിൽ അവൻ്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കും. അവന് കുറ്റബോധമില്ല, അവൻ്റെ ഹൃദയം അവനെ കുറ്റപ്പെടുത്തുന്നില്ല. ദൈവം അവനെ തലയുയർത്തി നിൽക്കാം. അവിടെ അവൻ നീതീകരിക്കപ്പെട്ടവനാണ്. മാത്രമല്ല അവൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ, നിരപ്പിലെത്തിയ ജീവിതത്തിലും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. നമ്മൾ ജീവിതമായി ചേർത്ത് വെച്ച് നോക്കാം. ഇന്ന് ഈ അവസ്ഥയിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നൊക്കെ പറയുന്ന നാം ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? രക്ഷയുടെ അനുഭവത്തിൽ തന്നെയാണോ? രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹത്തിൽ തന്നെയാണോ? അവിടെ ഹോളിൽ വന്നിരുന്ന് കസേരയിൽ ഇരിക്കുന്നതിനെക്കുറിച്ചല്ല, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹത്തിലാണോ? അന്യോന്യമുള്ള ബന്ധം നോക്കിയാൽ മതി, നമുക്കത് അറിയാൻ പറ്റും. രക്ഷിക്കപ്പെട്ട നിലയിലാണോ ഞാൻ ജീവിക്കുന്നത്? തുടരാം അടുത്ത ദിവസം ഈ പാഠങ്ങൾ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.